കേരള പ്രീമിയർ ലീഗിന്റെ 10ാം നമ്പർ മത്സരത്തിന്റെ തത്സമയ വിവരണത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നത് ഓൾ ബ്ലൂ ജേഴ്സിയിൽ സെന്റ് ജോസഫ് ദേവഗിരി കോളേജും നീലയും പച്ചയും മഞ്ഞയും കലർന്ന ജേഴ്സി അണിഞ്ഞ കളിക്കളത്തിൽ ഏറ്റുമുട്ടുന്നത് വയനാട് യുണൈറ്റഡ് എഫ്സിയുമാണ്. ഈ അണിഞ്ഞ കളിക്കളത്തിൽ ജോസ് 11ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് ശ്രീനാഥ് ലീഗിന്റെ 10ാം നമ്പർ മത്സരത്തിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ദേവഗിരി കോളേജും. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ മനോഹരമായ ഒരു ഹെഡറിലൂടെ ഗോൾ വല ചലിപ്പിക്കാനുള്ള ശ്രമത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു പന്തിനെ കളക്ട് ചെയ്തുകൊണ്ട് മുന്നേറാനുള്ള ശ്രമം വയനാട് യുണൈറ്റഡിന്റെ പോരാളികൾ നടത്തുന്നു. അവിടെ എന്തോ ഒരു സാഹചര്യം ഉരുത്തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഐ തിങ്ക് മത്സരത്തിലെ ആദ്യത്തെ പെനാൽറ്റിയിലേക്ക് റഫറിയുടെ വിരൽ ചൂണ്ടപ്പെടുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 8ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് വയനാടിന്റെ പോരാളിയായ മുഹമ്മദ് അമീൻ കിക്കിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ മത്സരത്തിന്റെ തുടക്കത്തിൽ റഫറി വരുത്തിയ പിഴവിന്, റഫറിയുടെ അടുത്തു നിന്നും വന്ന പിഴവിന്റെ പേരിൽ വളരെ വലിയ റഫറി അല്ല, ഗോൾ കീപ്പർ വരുത്തിയ പിഴവിന് വളരെ വലിയ വില കൊടുത്തു. തട്ടി പന്ത് വീണ്ടും 13ാം നമ്പർ ജേഴ്സി അണിഞ്ഞ വയനാട് യുണൈറ്റഡിന്റെ താരമായ അജയിലേക്ക് വരുന്നു. അജയ് മുന്നിലേക്ക് നൽകിയ അപകടകരമായിട്ടുള്ള പന്തിനെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഷോട്ടിലാക്കി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അക്കറിലേക്ക് വന്ന ആ ഒരു പന്തിന്റെ ഷോട്ടിന്റെ വേഗത കൂടുതലായിരുന്നു. അതേസമയം നമ്മൾ റീപ്ലേ ദൃശ്യങ്ങൾ കാണാം. 50ാം നമ്പർ ജേഴ്സി അണിഞ്ഞ വയനാടിന്റെ പുലിക്കുട്ടിയുടെ മനോഹരമായിട്ടുള്ള ഒരു കേർലിംഗ് ഗോൾ ശ്രമം വലത് വിങ്ങിലൂടെ മുന്നിലേക്ക് കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുന്നത്. മറ്റൊരു മനോഹരമായ ക്രോസ് ബോക്സിലേക്ക് വരുന്നുണ്ട്. ഒരു ഹെഡർ അറ്റംപ്റ്റ്, രണ്ടാമത്തെ ഗോൾ. വീണ്ടും വയനാട് യുണൈറ്റഡ് ഈ ഒരു മത്സരം തുടങ്ങി 17 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ രണ്ട് തവണ വയനാട് യുണൈറ്റഡ് എസ്തിക്ക് തങ്ങളുടെ വാരിക്കുന്തം 2 തവണ ഇതാ വീണ്ടും സെന്റ് ജോസഫ് ദേവഗിരിയുടെ ഇടനെഞ്ചിലേക്ക് ആഴ്ത്തിയിറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മത്സരത്തിന്റെ രണ്ടാമത്തെ ഗോൾ 17 മിനിറ്റ് ലീഡ് സംരക്ഷിക്കാൻ ഉറപ്പിച്ച് വയനാട് യുണൈറ്റഡിന്റെ പ്രതിരോധ നിരയും സുസജ്ജമാണ്. മറ്റൊരു ഗോൾ ശ്രമം വളരെ എടുക്കുന്നത് അമീൻ തന്നെ ആയിരിക്കുമെന്നാണ് ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാകുന്നത്. അമീന്റെ മനോഹരമായിട്ടുള്ള ഒരു ഫ്രീ കിക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് വയനാടിന് നന്നായിട്ട് അറിയാം. വീണ്ടും പന്ത് വയനാടിന്റെ ബോക്സിലേക്ക് വന്നിരിക്കുകയാണ്. മറ്റൊരു പെനാൽറ്റി സ്പോട്ട് കിക്കിനുള്ള സാഹചര്യമാണോ? ഒരു ദീർഘനിശ്വാസത്തോടു കൂടി ചെറിയ സ്റ്റെപ്പുകളുമായി ജോസ് പ്രവീൺ ടിറ്റി 48ാമത്തെ മിനിറ്റിൽ ഈ മത്സരത്തിലെ 3ാമത്തെ ഗോൾ നേടിയിരിക്കുകയാണ്. വലയിലെത്തിച്ചുകൊണ്ട് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ എതിരില്ലാത്ത 3 ഗോളുകളുടെ ലീഡ് സെന്റ് ജോസഫ് ദേവഗിരിക്ക് മേൽ നേടിയിരിക്കുകയാണ് വയനാട്. മത്സരത്തിന്റെ ആദ്യ പകുതിക്ക് ഇടവേള മുഴങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. തങ്ങളുടെ കാലുകളിൽ നിന്നും റാഞ്ചിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നത് വയനാട് യുണൈറ്റഡ് വിജയിക്കുന്നുണ്ട്. അവരുടെ മറ്റൊരു മുന്നേറ്റം ശ്രീനാഥിലൂടെ വരുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് ഇവിടുന്ന് അവര് രക്ഷപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ശ്രീനാഥ് വീണ്ടും തെളിയുന്നുണ്ട്. അമീൻ പന്ത് വീണ്ടും ശ്രീനാഥിലേക്ക് നൽകുന്നുണ്ട്. ശ്രീനാഥ് ബോക്സിലേക്ക് പന്തുമായി കയറാനുള്ള ശ്രമം പരാജയപ്പെടുന്നുണ്ട്. ഇത്തവണ ശ്രീനാഥ് അവിടെ വീണുരുണ്ടെന്ന് അഭിനയിക്കാനൊക്കെ ശ്രമിച്ചതാണ്. കേവലം മിനിറ്റുകൾ മാത്രം അവശേഷിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഫ്രീ കിക്ക് എടുത്തെങ്കിൽ പോലും അമീന്റെ ആ ഒരു ഫ്രീ കിക്ക് മുന്നിലേക്ക് ഇറങ്ങി അവരെ രക്ഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതാ മത്സരം അവസാനിച്ചിരിക്കുന്നു. കേരള പ്രീമിയർ ലീഗിന്റെ ഈ ഒരു സീസണിലെ 10ാമത്തെ മത്സരത്തിന് ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ആദ്യ എതിരില്ലാത്ത 3 ഗോളുകളുടെ വ്യക്തമായ ആധിപത്യത്തിൽ വിജയിച്ചിരിക്കുകയാണ് വയനാട് യുണൈറ്റഡ് എഫ് സി. അസംബ്ലി വയനാടിന്റെ വാരിക്കുന്ന